എത്രയെത്ര വിധത്തിൽ എത്രയെത്ര രാജ്യങ്ങളിൽ ഈ വിശ്വാസി സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ചൈന, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ഒട്ടനവധി രാജ്യങ്ങളിൽ നടക്കുന്നു. കേരളക്കരയിലും അതിൻ്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ നാട്ടിൽ ഒരു പീഡിത സമൂഹമായി ക്രിസ്തു വിശ്വാസികളുടെ സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനൊരു സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നു വിചാരിക്കരുത്. ഇത് ലോകവ്യാപകമായ ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു പതിപ്പ് കേരളത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. കേരളത്തിൽ ക്രിസ്തീയ സമുദായം അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, വ്യാപകമായ വിധം കേരളത്തിൽ ഈ സമുദായം ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. 2, സിനിമകളിലൂടെയും സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെയും ക്രൈസ്തവ വിശ്വാസത്തെയും വിശുദ്ധ പ്രതീകങ്ങളെയും ആക്ഷേപിക്കുന്നു. കേരളത്തിലൊരു പുതിയ വ്യവസായമാണ്. എന്താ ഇപ്പോഴത്തെ വ്യവസായം? അതായത് ഇപ്പം എന്താ, ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുക, ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുക, ചാനലിൽ കയറിയിരുന്ന് ക്രിസ്തീയ സമുദായത്തിനെതിരെ ദൂഷണങ്ങൾ പറഞ്ഞു പരത്തുക, ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് മുറിവേൽക്കുകയോ പുറത്തു പോവുകയോ ചെയ്തവരെ വിളിച്ചിരുത്തി നന്നായിട്ട് അവരെ കൊണ്ട് അവരെ വായിലുള്ള മുഴുവനും ഈ സമുദായത്തിനെതിരെ ഇങ്ങനെ എന്താ പറയുന്നത്, അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാഭ ഒഴുകണത് പോലെ ഈ സമുദായത്തിനെതിരെ ദൂഷണം പറയിപ്പിക്കുക. ഇതൊരു വലിയ വ്യവസായം മാറിയിരിക്കുകയാണ് കേരളത്തിൽ. സിനിമകളിലൂടെയും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയും ക്രൈസ്തവ വിശ്വാസത്തെയും വിശുദ്ധ പ്രതീകങ്ങളെയും ആക്ഷേപിക്കുന്നു. സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ് ഇതെല്ലാം കണ്ടിട്ട് നിഷ്ക്രിയത്വം പാലിക്കുന്നു. ഒന്നും അറിയുന്നില്ല. സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ് നിഷ്ക്രിയത്വം പാലിക്കുന്നു. 3, വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമങ്ങളെക്കുറിച്ച് വാർത്ത കൊടുക്കുന്നില്ല. സാംസ്കാരിക നായകന്മാർ നിശബ്ദത പാലിക്കുന്നു, ഉറക്കം നടിക്കുന്നു. 4, വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ക്രിസ്തീയ സമുദായത്തിൻ്റെ ചെറിയ വീഴ്ചകൾ പോലും പർവ്വതീകരിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ കരുതേച്ച് കാണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്? ചെറു സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ യുവതീവാക്കന്മാർ, വിദ്യാർത്ഥി ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടും. അവർ സത്യമാണെന്ന് പറയാൻ നല്ലത് വാർത്താ ചാനലിൽ കാണുന്നവർ വിശ്വസിക്കുകയാണ്. സത്യം അറിയാതെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു തലമുറയാണ് നമ്മൾ വഴിതെറ്റിക്കുന്നത്. വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ക്രിസ്തീയ സമുദായത്തിൻ്റെ ചെറിയ വീഴ്ചകൾ പോലും പർവ്വതീകരിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ കരുതേച്ച് കാണിക്കുന്നു. പല അവസരത്തിലും നുണപ്രചരണം വഴി സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. 5, കേരള സമൂഹത്തിന് ക്രൈസ്തവ സമുദായം നൽകിയിട്ടുള്ള സംഭാവനകളെ തമസ്കരിക്കുന്നു. അത് കർട്ടനിട്ട് മറച്ചിരിക്കുകയാണ്. അത് സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. 6, ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ക്രിസ്ത്യാനികൾ തഴയപ്പെടുന്നു. സൽഫലമായി വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന ക്രിസ്ത്യാനികളുടെ മക്കൾ ജോലി തേടി അന്യനാടുകളിൽ പ്രവാസികളായി അലയേണ്ടി വരുന്നു. 7, ന്യൂനപക്ഷ അവകാശങ്ങൾ, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഏകപക്ഷീയമായി നിഷേധിക്കപ്പെടുന്നു. അനീതിപരമായി ഈ സമുദായം പുറന്തള്ളപ്പെടുന്നു. 8, സമുദായ നേതാക്കന്മാരെയും വിശ്വാസാചാരങ്ങളെയും വ്യാപകമായി നിന്ദിക്കുന്നു. തൽഫലമായി സമുദായത്തിൻ്റെ കെട്ടുറപ്പ് ശിഥിലമാക്കുന്നു. 9, നീതിന്യായ മണ്ഡലങ്ങളിൽ കടുത്ത വിവേചനം നേരിടുന്നു. നീതിന്യായ മണ്ഡലം, നമ്മളൊരു കേസ് കൊടുക്കാൻ പോയാൽ എന്തിനാലും അത് സാഹചര്യം നോക്കി അത് പല വിധത്തിൽ വിവേചനത്തിന് നമ്മൾ ഇരയായിത്തീരുന്നു. 10, ദേവാലയങ്ങൾ, സിമിത്തേരികൾ, ശ്മശാനം, സിമിത്തേരി എന്ന് പറഞ്ഞാൽ മരിച്ചവരെ അടക്കുന്ന സ്ഥലം, അപ്പോൾ ദേവാലയങ്ങൾ, സിമിത്തേരികൾ തുടങ്ങിയവ അനുവദിക്കുന്നതിൽ കടുത്ത വിവേചനം ഈ സമൂഹം നേരിടുന്നു. 11, ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷവും ഉപജീവനമാർഗം കണ്ടെത്തുന്ന കാർഷിക മേഖലയും മത്സ്യബന്ധന മേഖലയും അവഗണിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമൂഹം, ഒരു പീഡിത സമൂഹം കടന്നു പോകുന്ന സങ്കീർണ സാഹചര്യങ്ങളും അതികഠിനമായ വേദനകളും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ആവശ്യത്തിൽ കൂടുതൽ കടന്നു ചിന്തിക്കാൻ കഴിവുള്ള മലയാളി സമൂഹത്തിൽ ഈ സ്വരം ഒരു വനരോധനമായി മാറാതിരിക്കട്ടെ.